ഇന്ന് കേരള സമൂഹത്തിലേക്ക് ഇത്രയധികം ക്രൂരത എന്ന് കടന്നു വന്നു നാം ചിന്തിക്കുമ്പോൾ ഏത് കാരണമായാലും ശരി, രാഷ്ട്രീയ പകപോക്കലായാലും ശരി, മറ്റെല്ലാ സാധനമായാലും ശരി, മാനസികമായിട്ട് പീഡിപ്പിച്ചു കൊല്ലുന്നു എന്നുള്ളത് ഈ മറ്റു കൊലപാതകങ്ങളെക്കാൾ ഇരട്ടി കഠിനമാണ്, ക്രൂരമാണ് എന്ന് കേരള സമൂഹം മനസ്സിലാക്കേണ്ടതാണ്. ഈ ചെയ്ത പ്രവൃത്തി ക്ലാസ്മേറ്റ്സ് ആണോ ഓർക്കുമ്പോഴാണ് ഇവരെന്ത് മനോഭാവത്തിലാണ് ഈ സർവകലാശാലയിൽ പഠിക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. ആരാണ് ഇവരെ ഇത്രമാത്രം വഷളാക്കിയിരിക്കുന്നത്? ആരാണ് ഉത്തരവാദി? ആ വിഷം അത് ചീറ്റി മനുഷ്യ സമൂഹത്തെ മുഴുവൻ മലിനസമാക്കുന്ന സാഹചര്യത്തിന് അറുതി വരുത്താനായിട്ട് ബോധമുള്ള തലമുറ തയ്യാറാകേണ്ടതാണ്. മനുഷ്യൻ ആൾക്കൂട്ട വിചാരണ നടത്തി പീഡിപ്പിച്ച് കൊല്ലുക എന്ന് പറയുന്നത് എവിടുന്നുണ്ടായ നിയമമാണ്? ഏതൊരു പ്രത്യയശാസ്ത്രം രൂപപ്പെട്ടതാണ് എന്ന കാര്യം ആ ചോദ്യം ചോദിക്കേണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ജീവിതത്തിന്റെ പരിശീലന കളരിയായിട്ട് വിദ്യാഭ്യാസ രംഗം മാറിയാലുണ്ടാകുന്ന വലിയ ഭയങ്കരമായ അപകടത്തെക്കുറിച്ച് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വലിയ നോമ്പിന്റെ 5ാമത്തെ ആഴ്ചയിലേക്ക്, ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അനുതാപത്തിന്റെ ചിന്തകളെ പ്രദാനം ചെയ്യുന്ന തിരുവചന ഭാഗങ്ങളാണ് നമുക്ക് ഇന്ന് സഭ നൽകുന്നത്. അതിന് ഉപോത്ബലകമായിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ കായൻ ആബേലിനെ കൊല്ലുന്നതും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതികരണവും ഒക്കെ കടന്നു വരും. രണ്ടാമത്തെ നാം കാണുന്നു മറ്റൊരു അനുതാപം. ദാവീദ് രാജാവ് തന്റെ രാജാവാകുന്നതിന് മുമ്പ് തന്റെ രാജാവായ സാവൂളിനെ ഒരേ ഗുഹയിൽ വെച്ച് കണ്ടുമുട്ടുകയും വേണമെങ്കിൽ അവിടെ വെച്ച് വധിക്കാമായിരുന്നിടത്ത് വേണ്ട എന്ന് നിശ്ചയിച്ച് കർത്താവിന്റെ അഭിഷിക്തനെ തൊടാൻ ഞാൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ക്ഷമിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ വായന പിന്നീട് കടന്നു വരികയും പൗലോസ് അത് വിശദീകരിച്ചതിനെ തുടർന്ന് പാപിനിയായ സ്ത്രീയെ കർത്താവിന് മുമ്പിൽ വലിച്ച് എറിഞ്ഞ് ഇട്ടിട്ട് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്നുള്ള കർത്താവിന് പ്രതികരണം. ഇതാണ് വാസ്തവത്തിൽ ഈ ഞായറാഴ്ച നമുക്ക് നൽകിയിരിക്കുന്ന വിചിന്തന ഭാഗങ്ങൾ എന്ന് പറയും. മനുഷ്യന്റെ ക്രൂരത, അതിൻ്റെ കാഠിന്യം അതിഭയങ്കരമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. കേരള സമൂഹത്തിലേക്ക് ഇത്രയധികം ക്രൂരത എന്ന് കടന്നു വന്നു നാം ചിന്തിക്കുമ്പോൾ നാം എന്തൊക്കെയോ പൊളിച്ചെഴുതേണ്ടതുണ്ട്, മാറ്റി എഴുതേണ്ടതുണ്ട് എന്നതിന് ഒരു സംശയമില്ലാത്ത കാര്യം. ഏത് കാരണമായാലും ശരി, രാഷ്ട്രീയ പകപോക്കലായാലും ശരി, മറ്റെല്ലാ സാധനമായാലും ശരി, മനുഷ്യനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇന്ന് അടുത്ത കാലത്ത് സംഭവിച്ചത് എന്താണ്? ഒരു സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പയ്യനും അവൻ മരിച്ചു. പൂക്കോട്ട് ക്യാമ്പസിലെ BSc ആനിമൽ ഹസ്ബൻഡറിയുടെ 2ാം വർഷം നെടുമങ്ങാട്ട് സ്വദേശിയായ ഒരു ആൺകുട്ടിയാണ്. എങ്ങനെ മരിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ കേരള സമൂഹം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യപ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന ഈ ക്രൂര വിദ്വേഷ മനോഭാവത്തെ എങ്ങനെയാണ് നാം ഉന്മൂലനം ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. ആരെയും കുറ്റപ്പെടുത്തുകയോ പഴിചാരിയോ അല്ല. എങ്കിലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേരള വെറ്റിനറി സർവകലാശാലയിലെ ഒരു ചാൻസലർ വരെ, വൈസ് ചാൻസലർ വരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായത്. ഒരു വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ ആ ക്യാമ്പസ് രാഷ്ട്രീയം പോയി. അത് അക്രമാസക്തമായി അതിനെ നിയന്ത്രിക്കാൻ ഭരണാധികാരി കഴിവില്ലാതെ പോയി എന്നുള്ളത് വളരെ ഗർഹണീയമായ സാഹചര്യമാണ്. അതുകൊണ്ട് 110 ഏക്കർ വിസ്തൃതിയുള്ള 10,000 കുട്ടികൾ പഠിക്കുന്ന ആ ഹോസ്റ്റലിന്റെ മുൻഭാഗത്ത് ഗ്രൗണ്ടിലെ ഒരു ചെറുപ്പക്കാരനെ നഗ്നനായിട്ട് കിടത്തി അവന്റെ തുണി വലിച്ച് കീറി വിദ്യാർത്ഥിനികളുടെ മുമ്പിലിട്ട് മർദ്ദിച്ച് വിചാരണ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ, കായൻ ആബേലിനെ കൊന്നത് ഇങ്ങനെയുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പീഡനത്തോടു കൂടി ആയിരുന്നില്ല. ഈ കൊലയൊത്തിരി നടക്കുന്നുണ്ട്. മൃഗങ്ങൾ കൊല്ലുന്നുണ്ടല്ലോ ധാരാളമായിട്ട്. ആന ചവിട്ടി കൊല്ലുന്നു, അല്ലെങ്കിൽ കാട്ട് പന്നി കൊല്ലുന്നു, അല്ലെങ്കിൽ കാട്ട് പോത്ത് കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ ഒറ്റ നിമിഷം കൊണ്ട് ഒരു കൊലപാതകം നടക്കുന്നു എന്നുള്ളതല്ലാതെ ഇത് ഇഞ്ചിഞ്ചായിട്ട് മനുഷ്യന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മാനസികമായിട്ട് പീഡിപ്പിച്ച് കൊല്ലുന്നു എന്നുള്ളത് ഈ മറ്റു കൊലപാതകങ്ങളെക്കാൾ ഇരട്ടി കഠിനമാണ്, ക്രൂരമാണ് എന്ന് കേരള സമൂഹം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഹോസ്റ്റലിന് മുൻവശത്ത് ഗ്രൗണ്ടിൽ മുമ്പിട്ട് മർദ്ദിച്ചെന്നിട്ടാണ് അവൻ്റെ കഴുത്തിൻ്റെ പിന്നിൽ ചവിട്ടി, ഇരുചവികളുടെയും പിന്നിൽ ചവിട്ടി സ്വയം നടക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിലേക്ക് വന്നെത്തിയതിനു ശേഷം മുറിയിൽ പൂട്ടിയിട്ട് 2-3 ദിവസത്തേക്ക്, എന്നിട്ട് ഒരു തുള്ളി വെള്ളവും കൊടുക്കാതെ ഭക്ഷണവും കൊടുക്കാതെ കഴിച്ചു കൂട്ടി. ഇതാരാണ്? ഇല്ലീഗൽ ഡീറ്റൻഷനാണ്. ആസോ ചെയ്തതാരാണ്? ക്ലാസ്മേറ്റ്സാണ്.
വാസ്തവത്തിൽ ക്ലാസ്മേറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്തൊരു വികാരമാകുന്ന കൂട്ടത്തിൽ പഠിച്ചവനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ എന്തൊരു വികാരതലിതമായ ബന്ധമായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നതെന്ന കാര്യം ഓർക്കണം. ഈ ചെയ്ത പ്രവൃത്തി ക്ലാസ്മേറ്റ്സ് ആണോ ഓർക്കുമ്പോഴാണ് ഇവരെന്ത് മനോഭാവത്തിലാണ് ഈ സർവകലാശാലയിൽ പഠിക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. ആരാണ് ഇവരെ ഇത്രമാത്രം വഷളാക്കിയിരിക്കുന്നത്? ആരാണ് ഉത്തരവാദി? ചെറുപ്പക്കാരായ ഈ ആളുകളെ ഇത്തരത്തിൽ കേരള സമൂഹത്തിലേക്ക് ഒഴുക്കുന്നതായ ക്രൂരതയുടെ ആ വിഷം അത് ചീറ്റി മനുഷ്യ സമൂഹത്തെ മുഴുവൻ മലിനമാക്കുന്ന സാഹചര്യത്തിന് അറുതി വരുത്താനായിട്ട് ബോധമുള്ള തലമുറ തയ്യാറാകേണ്ടതാണ്. ഈ ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്നത് എന്താണിത്? ആര് പഠിപ്പിച്ചത്? കോടതിയുടെ ചുമതലയുള്ള കാര്യം കയ്യിലെടുത്തുകൊണ്ട് മനുഷ്യൻ ആൾക്കൂട്ട വിചാരണ നടത്തി പീഡിപ്പിച്ച് കൊല്ലുക എന്ന് പറയുന്നത് എവിടുന്നുണ്ടായ നിയമമാണ്? എന്തൊരു തത്വസംഹിതയിൽ നിന്നാണ്, ഏതൊരു പ്രത്യയശാസ്ത്രം രൂപപ്പെട്ടതാണ് എന്ന കാര്യം ആ ചോദ്യം ചോദിക്കേണ്ടതാണ്. അതുകൊണ്ട് മനുഷ്യനെ ഭയപ്പെടുത്തുക, എന്നിട്ട് എന്നാ ചെയ്യുന്നത്? അവനെ ഭീഷണിപ്പെടുത്തുക, പിന്നെ അടിക്കുക, ചവിട്ടുക, തൊഴിക്കുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്താ, രാഷ്ട്രീയ പാഠം പഠിപ്പിക്കലായിരുന്നു കേട്ട്. രാഷ്ട്രീയമായ പാഠം പഠിപ്പിക്കുക. ഇവരെ ആരാ ഇങ്ങനെ പരിശീലിപ്പിച്ചത്? വാസ്തവത്തിൽ നമ്മൾ വേദനയോട് ചിന്തിക്കേണ്ട ഒരു കാര്യം, വേദപുസ്തകഭാഗം എടുക്കുമ്പോഴും എപ്പോഴും നമ്മൾ മനസ്സിൽ വരുന്നത് ആനുകാലികമായ സാഹചര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് മൂടി വയ്ക്കാൻ ശ്രമം, അനുതാപത്തിൻ്റെ ചിന്തയോ കുറ്റമേക്കാനുള്ള തയ്യാറോ ഒന്നുമല്ല. അതെങ്ങനെയെങ്കിലും മൂടി വെച്ചിട്ട് അത് കുട്ടികളല്ല എന്ന രീതിയിൽ ലഘുവാക്കി തീർക്കാനുള്ള വാസ്തവത്തിൽ തൂക്കിലേറ്റേണ്ട ഗൗരവമായ കാര്യമാണ് എന്ന കാര്യം മനസ്സുള്ളവർ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ഏതാണ്ട് 5000 കുട്ടികളും പഠിക്കുന്ന ഒരു സർവകലാശാലയിൽ അവരുടെ രക്തത്തിൽ വയലൻസ് കടന്നിരിക്കുന്നു എന്നുള്ളത് അത് രാഷ്ട്രീയമായിട്ടുള്ള ജീവിതത്തിൻ്റെ പരിശീലന കളരിയായിട്ട് വിദ്യാഭ്യാസ രംഗം മാറിയാലുണ്ടാകുന്ന വലിയ ഭയങ്കരമായ അപകടത്തെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മുടെ കുട്ടികളെല്ലാം ഇവിടുന്ന് പോകുന്നത്. പല കോളേജുകളും ആർട്സ് കോളേജുകളും സീറ്റുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുക. എത്ര ശതമാനമാണ്? 30, 40, 60, 70% കുട്ടികൾ ഇവിടെ ഇല്ല, പൊക്കളയെ. കാരണം ഇവിടെ സമാധാനമായിട്ട് പഠിക്കാൻ പറ്റില്ല, അങ്ങനെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത്. അതുകൊണ്ട് ക്യാമ്പസുകളുടെ ക്രിമിനൽവൽക്കരണം എന്ന് പറയുന്നത് നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് എത്ര ദിനരാത്രങ്ങളാണ് ആ കൊച്ചിനെ അവിടെ കൊണ്ടിട്ടിട്ട് അവസാനം കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെ സഹിക്കാം? എന്തായിരുന്നു ക്യാമ്പസൊക്കെ ഇതിനു മുമ്പ്? ആ ക്യാമ്പസിൻ്റെ സംസ്കാരം എന്തായിരുന്നു? ഇവിടുത്തെ മുഴുവൻ തലമുറ ഓർത്തു നോക്കുകയും നമ്മളൊക്കെ കോളേജിൽ പഠിച്ചതല്ലേ. അന്നത്തെ ക്യാമ്പസുകൾ എന്തായിരുന്നു? അത് കവിതയുടെയും പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും സ്പോർട്സിൻ്റെയും ഗെയിംസിൻ്റെയും ഒക്കെ ആ ചിരിയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെയുള്ള ഒരു ക്യാമ്പസാണ് ഇത്തരത്തിൽ അധപ്പതിച്ചു പോയിരിക്കുന്നതെന്ന് കേരള സമൂഹം തലകുനിച്ച് ലജ്ജിക്കേണ്ട സാഹചര്യം വന്നിട്ട് നിൽക്കുന്നു എന്നത് ചിന്തിക്കുമ്പോഴാണ് ഇന്നത്തെ ചിന്താ വിഷയത്തിൻ്റെ ഗൗരവമായ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് ഇന്നത്തെ വചനഭാഗം പ്രത്യേകിച്ച് കായൻ ആബേലിനെ കൊല്ലുന്നു അവിടെ ആരംഭിച്ചു. അതായത് ദൈവനിഷേധത്തിൽ നിന്നാണ് കൊലപാതകം ഉണ്ടാകുക. ദൈവത്തെ അപ്പനും അമ്മയും നിഷേധിച്ചപ്പോൾ മക്കൾ പരസ്പരം കൊല്ലുന്നു. ഇതല്ലേ ഇന്നും നടന്നുകൊണ്ടിരിക്കും. അടിസ്ഥാനപരമായ ദൈവനിഷേധം കൊണ്ടു നടക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഈ കൊലപാതകങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നു. അവരെന്നിട്ട് നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാര്യം അറിയാവുന്നവർക്കൊക്കെ ഇത് മനസ്സിലാകുന്നുണ്ട്. എവിടെയാണ് ഇതിൻ്റെ ആരംഭം എന്നതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇതിൻ്റെ ആരംഭം മനുഷ്യൻ്റെ തലച്ചോറില പ്രത്യയശാസ്ത്രത്തിലായിരിക്കുന്നു എന്നുള്ള കാര്യം. ആ പ്രത്യയശാസ്ത്രം കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യന് നന്മയിൽ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. വെറുതെ സോഷ്യലിസം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അനീതിക്കെതിരെയാണ് അനീതിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ സംഘടിപ്പിച്ച് ബഹളം ഉണ്ടാക്കി മുദ്രാവാക്യം വിളിക്കുന്ന ഈ ചെറിയ തലമുറ. അതെന്തുകൊണ്ടാ ഇരട്ടത്താപ്പ് തോന്നിക്കുന്ന ഒരു വേളയിൽ നടക്കുന്ന ഒരു ആത്മഹത്യക്ക് അതിഭയങ്കരമായിട്ട് വലിയ ബഹളം വെച്ചുകൊണ്ട് വലിയ സമരം ഉണ്ടാക്കി ആളുകളെയും മാനേജ്മെന്റിനെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി. അതേ വിഭാഗം തന്നെയല്ലേ സ്വന്തം ആ കോളേജിൽ തന്നെ എന്നിട്ട് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് പിടിപ്പിച്ചിട്ട് എന്തിനകത്ത് റിയാക്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് പച്ച പുച്ഛമടക്കി നിൽക്കുന്ന കുറ്റബോധം കൊണ്ടല്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാവുമ്പോഴാണ് ഇന്നത്തെ വചനഭാവം പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4 അധ്യായം 8 തൊട്ട് 6 വരെ വാക്യങ്ങളാണ്. 16 വരെ വാക്യങ്ങൾ നമുക്ക് ആദ്യത്തെ വചനവിചിന്തനമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസം കായേൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. കളിപ്പീരാണ്, കൊല്ലാനുള്ള മനസ്സുകൊണ്ടാണ് ഈ പയ്യനെ, ഈ സിദ്ധാർത്ഥനെ അവൻ്റെ വീട്ടിലേക്ക് പോയതാണ്. ആ പോയ പകുതി വഴിക്ക് വെച്ചാണ് അവനെ തിരിച്ചു വിളിച്ചത്. നമുക്കറിയാം അതിൻ്റെ കാരണം എന്തായിരുന്നു. അപ്പോൾ മനസ്സിലെന്താണ്? കൊല്ലണം എന്നുള്ള ചിന്ത തന്നെയാണ് മനസ്സിലിരിക്കുന്നത്. കാരണം എന്തോ ആയിക്കൊള്ളട്ടെ, അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. അപ്പൊ കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അപ്പനോട് ചോദിച്ചത് നീ എവിടെയെന്നാ. ഇവിടെ മകനോട് ചോദിച്ചത് നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. നുണ പറഞ്ഞു. കുറ്റകൃത്യങ്ങളിൽ പെടുന്നവൻ ആദ്യം ചെയ്ത് നുണ പറയുക.
കേരള സമൂഹത്തിൽ ഏതെങ്കിലും കുറ്റകൃത്യം എടുത്ത് നോക്കിക്കോ, ഏതെങ്കിലും പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് നുണ പറയും, എന്ന് നീതീകരിക്കാൻ നോക്കും. എന്തെല്ലാം കാര്യമില്ല. പൂഞ്ഞാറ്റിലെ ഒരു വൈദികനെ വണ്ടി ഏൽപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സംഭവം ചർച്ചാ വിഷയമായി. കത്തോലിക്ക സഭയായതുകൊണ്ട് ആരുടെയും തല പോയില്ല, കൈയും കാലും പോയില്ല. ശാന്തമായിരുന്ന പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുന്ന ജനമായതുകൊണ്ട് വാസ്തവത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാതെ നിയമത്തിൻ്റെ വഴിക്ക് പോകേണ്ടതായിരുന്നു എന്ന് പറയുന്ന ആളുകളാണ് കൂടുതൽ. എങ്കിലും അതിനപ്പുറത്തേക്ക് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാത്ത തീരുമാനമൊന്നും വാസ്തവത്തിൽ അത് അത്ര ഉചിതമായിരുന്നു എന്ന് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു സാഹചര്യം പോലും മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഒരു മടിയുമില്ലാതെ ഒരു കൊച്ചച്ഛനെ അദ്ദേഹം എന്താ ചെയ്ത വാസ്തവത്തിൽ അദ്ദേഹം ആരാധനാലയത്തിൻ്റെ മുറ്റത്ത് വന്നുകൊണ്ട് ശല്യം ഉണ്ടാക്കുക, എൻ്റെ മക്കളെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് വണ്ടി ഇടിച്ച് താഴെയിട്ടിട്ട് ഹോസ്പിറ്റലാക്കി എന്ന് പറയുമ്പം അതിലേക്ക് വിശദീകരണത്തിന് ഞാൻ കിടക്കുന്നില്ല. കിടന്നാൽ വളരെയധികം വേദനാജനകമായ കാര്യമായതുകൊണ്ട് കൂടുതൽ പറയേണ്ടതായിട്ട് വരും. എങ്കിലും ഇവിടെ നാം പറയുക. എന്നിട്ടെന്താ അവൻ പറഞ്ഞു, അവൻ നുണ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാനെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. ഇത് മനുഷ്യൻ മറക്കരുതാത്തൊരു സത്യമാണ്. നീ കൊലപാതകം നടത്തിയതിന് ശേഷം നീ മിടുക്കനായിട്ട് ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ നിന്റെ പാട്ട് നിന്നെ സംരക്ഷിച്ചു, നീ എല്ലാം തെറ്റിൽ നൂരി, എന്നിട്ട് നീ മിടുക്കനായി വേണമെങ്കിൽ നീ അധികാരത്തിൽ വന്നെന്ന് വിചാരിച്ചുള്ള. പക്ഷേ സഹോദരൻ, അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ദൈവത്തിന് ശബ്ദം നിന്നെ കുറ്റപ്പെടുത്തുകയും നിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. നീ പ്രായത്തിന് മുമ്പേ രോഗിയായിട്ട് വരും. നിന്റെ മനസ്സ് അതിചഞ്ചലചിത്തമായി തകർന്നു പോകും എന്ന കാര്യം മനസ്സിൽ നീ ഏറ്റുപറയുന്നതാണ് എപ്പോഴും നിനക്ക് നല്ലത്. നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വാളുന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അന്ന് അപ്പനോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും. ഇപ്പം മകനോട് എന്താ പറയുന്നത്? ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. വാ പിളർന്ന ഭൂമി എന്ന് പറയുമ്പോൾ അമ്മയുടെ പ്രതീകമാണ്. അതായത് അമ്മയാണല്ലോ വാ പിളർക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാ പിളർക്കുന്ന അമ്മ. അവിടെ ശപിക്കപ്പെട്ടവനായിരിക്കും. നിനക്ക് ഭൂമി തന്നെ ശപിക്കപ്പെട്ടതായിട്ട് തീരും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. മനുഷ്യന്റെ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തന ഫലമായിട്ടല്ലേ ഇന്ന് ഫലങ്ങൾ ലഭിക്കാതിരിക്കുന്നത്. നീ ഭൂമി അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ഇതെങ്ങനെയാണല്ലോ, തെറ്റുകൊള്ളുന്നവൻ നേരിട്ടൊന്നും മറ്റ് സമൂഹത്തിൽ നേരെ നിൽക്കാനും കഴിവില്ല. അവൻ ഓടി മറയും. എല്ലാ കൊലയാളിയും ചെയ്യേണ്ടത് അങ്ങനെയല്ലേ? കൊലപാതകം നടത്തിയതിനു ശേഷം അവൻ ഓടി മറയും, അല്ലെങ്കിൽ പോലീസിന് മുമ്പ് ചെന്ന് കീഴടങ്ങും. പലപ്പോഴും ഓടി മറയുന്ന കാണുന്നത്. എന്നിട്ട് ഒളിച്ച് പാർക്കുമ്പോൾ എവിടെ വന്നാലും പോലീസ് ചെന്ന് പിടിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നീ കായേൻ കർത്താവോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലിയ ശിക്ഷയാണിത്. അവിടെ അനുതാപം കാണുന്നില്ല. നാം സത്യം എടുത്ത് വിളിച്ചു പറയുമ്പോൾ അംഗീകരിക്കാൻ നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ട് വലിയ ശിക്ഷയാണ് എന്ന് പറയുന്നത്. ഇന്ന് അവിടുന്ന് തന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്ന അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം, ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും, കാണുന്നവരുടെ എന്നെ കൊല്ലാൻ നോക്കും. നാം വേദപുസ്തകം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഈ ആദ്യ മാതാപിതാക്കൾ എന്ന് പറയുന്നവർ ആദ്യത്തെ മനുഷ്യരല്ല. അതൊരു ടിപ്പോളജിയാണ്, അത് പ്രതിരൂപമാണ്, പ്രതികാത്മകതയാണ്. ഇപ്പം നിന്റെ വെളിവായിട്ട് പറയുന്നില്ലേ, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കുമെന്ന് പറയുമ്പോൾ ജനസഞ്ചയങ്ങൾ ഉള്ള ഘട്ടത്തിലെ കാര്യമായി പറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് കായേന് അല്ലെങ്കിൽ ആബേലിനെ കൊന്നതിന് ശേഷം പിന്നെ ആരാ കല്യാണം കഴിച്ചതെന്ന് ചോദ്യം അപ്രസക്തമാണ്. കാരണം അവിടെ ജനസഞ്ചയങ്ങൾ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഈ പറയുന്നത്. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ പ്രതിരാത്മകത്വം എടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് വേണം വ്യാഖ്യാനിക്കാനായിട്ട്. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടി ഞാൻ പ്രതികാരം ചെയ്യും. ഗൗരവമായിട്ട് തെമ്പുന്നവൻ പറയുകയാണ്, പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവിൻ്റെ മേൽ ഒരടയാളം പതിച്ചു. ഒരു ബെഡുവിൻസ് പറയുന്നൊരു വിഭാഗം ഇപ്പോൾ ഇസ്രായേൽ പ്രദേശത്തുണ്ട്. അവിടെ നെറ്റിയിൽ ഒരു പാടുണ്ട്. അവർക്ക് ഒരു അടയാളം പതിക്കാറുണ്ട്. അപ്പം പറയാറുണ്ട്, ഇങ്ങനെയുള്ള വിഭാഗം പണ്ട് കായൻ്റെ തലമുറ പിന്തുടരുന്നവരാണ് എന്ന് പറയാറുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. കായൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏവന് കിഴക്ക് എന്ന് പറയുന്ന ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകലെ നോദ് ദേശത്തേക്ക് വാസമുറപ്പിച്ചു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗം. ഞാൻ ആദ്യം പറഞ്ഞത് വെച്ചുകൊണ്ട് വ്യക്തിപരമായിട്ടും സമൂഹപരമായിട്ടും ചിന്തിക്കേണ്ട ഒരു ഗൗരവമായ വചനഭാഗമായി നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. അതായത് ഇന്ന് ഈ കൊലപാതകങ്ങൾ ഭയങ്കരമായ വർത്തമാനമാകുമ്പോൾ സാമാന്യഗതിയിൽ മനുഷ്യൻ അന്തം വിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവവിശ്വാസം തിരിച്ചു വരാതെ, ധാർമ്മികത തിരിച്ചു വരാതെ മനുഷ്യർ രക്ഷയുണ്ടാവില്ല എന്ന സത്യം ഉറക്കെ പ്രഘോഷിക്കേണ്ട കാലഘട്ടമാണിത്. മനുഷ്യരുടെ ദൈവത്തിലുള്ള വിശ്വാസം ഏത് മതത്തിലായാലും ശരി, ഒരു ദൈവ പിതാവുണ്ട്. ആ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ. തെറ്റ് ചെയ്ത ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകാതിരിക്കണമെങ്കിൽ എന്നിട്ട് എന്താ ഈ പിടിക്കപ്പെട്ട പ്രതികൾ ആരെങ്കിലും എന്തെങ്കിലും കൂസലുണ്ടോ? കായന് യാതൊരു കൂസലുമില്ലല്ലോ.
യാതൊരു കൂസലുമില്ലല്ലോ. ഇവിടെ തന്നെ ആയാലും ശരി, ഈ സിദ്ധാർത്ഥനെ കൊന്ന ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തെ പിടിച്ചിട്ട് അവരെവിടെയാ, അവർക്കെന്തെങ്കിലും കൂസലുണ്ടോ? ഉള്ളതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല, കണ്ടുമില്ല. ഏതായാലും ശരി, ഇവിടെ നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യം എന്നും പ്രസക്തമാണ്. അതായത് സഹോദരനെ സംരക്ഷിക്കാൻ ഓരോ സഹോദരന്മാരും കടപ്പെട്ടവരാണ്. ഇവൻ ഇളയവനുമാണ്. ഇപ്പം ഇളയവനെ സംരക്ഷിക്കാൻ മുതിർന്ന വാസ്തവത്തിൽ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇവൻ എന്താ ചെയ്യേണ്ടത്? സാഹോദര്യത്തെ ലംഘിക്കുക ചെയ്തത്. സാഹോദര്യം ലംഘിച്ചു, അതിനുശേഷം മറു ചോദ്യമായിട്ട് നുണ പറയും. ദൈവത്തോടാ നുണ പറയുന്ന കാര്യമാണ്. മറു ചോദ്യമായിട്ട് നുണ പറയും. നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി, ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി എത്ര മാധ്യമങ്ങൾ ഉപയോഗിച്ചാലും ഇന്നതല്ലേ കാണുക. തെറ്റ് കൂട്ടി കുന്നുകൂടി സ്വന്തം കാര്യത്തിന് വേണ്ടി സമ്പത്തുണ്ടാക്കാൻ വേണ്ടി വഴിവിട്ട രീതിയിൽ പോയിട്ട് പണിതിട്ട് പരിപാടിയെല്ലാം ആവിഷ്കരിച്ചതിന് ശേഷം പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീതീകരിക്കുന്ന രീതി ഇന്ന് സാധാരണമാണ്. അപ്പം നീതീകരിക്കുന്നത് ഓർത്തു പോകാം. ദൈവസന്നിധിയിൽ ഇത് നീതീകരിക്കാൻ പറ്റുകയും അവളുടെ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് മനസ്തപിച്ച് മാറ്റം വരുത്താൻ തയ്യാറായെങ്കിൽ മാത്രമേ നന്മയുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇവിടെ അനുദപിക്കാത്തൊരു പാവിയെ നാം കാണുന്നത്, കായലിൽ അനുദപിക്കാത്തൊരു പാവിയെ. അത് ഹൃദയ കാഠിന്യമാണ്. ഇപ്പം ബലഹീനനെ പീഡിപ്പിക്കുന്ന മനുഷ്യൻ ഹൃദയ കാഠിന്യമുള്ളവനാണ്. അതുകൊണ്ട് ആരും ഉന്മൂലനം ചെയ്യാൻ അവന് ഒരു മടിയും ഉണ്ടായില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നീ മറച്ചു വെച്ചുള്ള ഈ കാര്യം. അതായത് നിന്റെ സഹോദരൻ ആരെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സഹോദരനാണോ എന്ന ചോദ്യം തിരിച്ചു ചോദിച്ച കാവൽക്കാരൻ ചോദിക്കുന്നതോട് കർത്താവ് ചോദിക്കുക, നിന്റെ സഹോദരന്റെ രക്തം എൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നു. ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. രക്തം വേദപുസ്തകത്തിൽ ജീവന്റെ ഇരിപ്പിടമാണ്. അപ്പൊ രക്തം നിലവിളിക്കുന്ന നിന്റെ സഹോദരന്റെ ജീവൻ എൻ്റെ മുമ്പിൽ നിലവിളിക്കുക. നിഷ്കളങ്ക രക്തം ചിന്തുന്നത് ജീവന്റെ നാഥനുള്ള എതിരാണ്, പാപമാണ്. അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? അപ്പോൾ അന്നത്തെ കാലത്ത് യഹൂദന്മാർ മൃതശരീരം മറവ് ചെയ്താലും രക്തം മറവ് ചെയ്യാറില്ലായിരുന്നു. അവർ പറയുന്ന നീതി ലഭിക്കുന്നത് വരെ ജീവൻ നാഥനോട് നിലവിളിച്ചുകൊണ്ടിരിക്കുക രക്തം എന്നാണ് പറയുന്നത്. യോബിന്റെ പുസ്തകത്തിന് 16-18 പറയുന്നു, ഭൂമി എൻ്റെ രക്തം മറച്ചു കളയാതിരിക്കട്ടെ, എൻ്റെ വിലാപം അവൻ അവസാനിക്കട്ടും പറയും. അതായത് അന്നത്തെ പഴനിയമത്തിൽ തന്നെ ആൾക്കാരുടെ ചിന്തയാണ് രക്തത്തെക്കുറിച്ച്. എസെക്കിയാ 24:7 പറയുന്നു, അവള് ചൊരിഞ്ഞ രക്തം അവിടെ മധ്യത്തിൽ തന്നെയുണ്ട്, അവൾ അത് ദൈവ പാറ പോലെ, അതവള് പാറ പോലെ ആണ് അവൾ ഒഴുക്കിയത്. പാറമേൽ ജലം പോലെ, വെറും പാറ പോലെ പാറമേലാണ് ഒഴുക്കിയത് എന്ന് പറയുമ്പോൾ ഒരു കരുണയില്ലാത്ത മനുഷ്യൻ. അതുകൊണ്ട് മണ്ണുകൊണ്ട് മൂടത്തക്ക വിധം അവൻ എന്തായാലും ആഴങ്ങളിലേക്ക് അത് ഒഴുക്കിയെന്ന്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ, എഴുതുന്ന കാലഘട്ടത്തിൽ രക്തം ഒഴുക്കുക എന്ന് പറയുന്നതിൻ്റെ കാഠിന്യം എടുത്ത് പറയുക. അതുകൊണ്ട് വളരെ വളരെ നിലവിളിച്ചു എന്ന് പറഞ്ഞ പദം, അതായത് ഹീബ്രു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സ അഖ എന്ന പദമാണ്. സ അഖ എന്ന് പറയുന്നതിൽ നിന്നാണ് സദേക്ക് എന്ന് പറയുന്നുണ്ടാകും. സദേക്ക് എന്ന് പറഞ്ഞാൽ നീതി എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ നീതിരഹിതമായിട്ട് പ്രവർത്തിച്ചു എന്നാണ് നിലവിളിയുടെ അർത്ഥം. നീതിരഹിതമായിട്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് ഒരു കാലത്ത് അടിമകളായി കഴിഞ്ഞ് ഇസ്രായേൽ മക്കള് നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ദൈവത്തിന്റെ സന്നിധി നിലവിളിച്ചത് കൊണ്ടാണ് മോചനം ആരംഭിച്ചത്. നിഷ്കളങ്കരായ ആളുകൾ നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ ഉയരുകയും ആ മോചനം ആരംഭിക്കുകയും ചെയ്ത പുറപ്പാട് 2:23 പറയുന്നു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിന്റെ ക്ലേശം ഞാൻ കണ്ടു, അവൻ്റെ രോദനം ഞാൻ കേട്ടു, അവരെ ഞാൻ മോചിപ്പിക്കാൻ നയിക്കുവാനും അങ്ങ് ഇറങ്ങി വന്നിരിക്കുന്നു. അതായത് ഇവിടെ നിഷ്കളങ്കനായ ആബേലിന്റെ രക്തം എൻ്റെ മുമ്പ് നിലവിളിക്കുന്നതായ നിലവിളി നിരന്തരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് വേദപുസ്തകത്തിൽ. അതായത് ബലഹീനന്റെ നിലവിളി, അധ്യവസാനം ഉണ്ടാകും. ബലഹീനന്റെ നിലവിളി, കർത്താവ് നമ്മെപ്പോലെ തന്നെ ബലഹീനന്റെ ഭൂമിയിലേക്ക് വന്നൊരു അവസാനം നിലവിളിച്ചില്ലേ, എൽ എൽ ലമ സബക്താനി, ആ നിലവിളി പിതാവിന്റെ പക്കലേക്കാണ് ഉയരുന്നത്. അതുകൊണ്ട് നീതി നടത്തുന്ന അവനെ വാസ്തവത്തിൽ ഒന്ന് ഗോയൽ എന്നാണെന്ന് പറഞ്ഞിരുന്നത്. ദൈവം നമുക്ക് വേണ്ടി നീതി നടത്താനാണ് കുരിശിൽ കയറിയെന്ന കാര്യം അവിടെ എടുത്ത് നമ്മൾ പറയാം. അപ്പോൾ കുറ്റവാളി ഇവിടെ ശപിക്കപ്പെടുകയാണ്. അപ്പം ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പനോട് പറഞ്ഞു നീ അപ്പനോട് പറഞ്ഞു ഭൂമി ശപിക്കപ്പെട്ടവനായിരിക്കും പറഞ്ഞെടുത്ത് ഇവിടെ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശാപം ഏറ്റുവാങ്ങി നടക്കുന്ന മനുഷ്യരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്ത് അത് കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൻ്റെ കെട്ടുകൾ അഴിച്ച് മനസ്സമാധാനത്തിൽ ജീവിക്കുവാൻ സഭ നിങ്ങളെ വിളിക്കുക. മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കേസിൻ്റെ മുമ്പിലും കോടതിയുടെ മുമ്പിലും നിയമത്തിന് മുമ്പിലും സമൂഹത്തിന് മുമ്പിലൊക്കെ നീ മിടുക്കനായി കാണും, സ്വതന്ത്രനായി കാണും. നിനക്കിട്ട് ആരൊന്നും ചെയ്യാനില്ല. കാരണം നിന്റെ കയ്യിലുള്ള പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് ഏത് കേസിനെയും മറികടക്കാൻ നിനക്ക് സാധിക്കുന്നു. പക്ഷേ
ഒരു കേസിനെ മറികടക്കാൻ പറ്റാത്ത ഒരു നീതിന്യായ കോടതി നിനക്ക് മുകളിലുണ്ട് എന്ന കാര്യം ഓർക്കേണ്ട. നോമ്പ് കാലത്ത് ആ നീതിന്യായ കോടതി മുമ്പിൽ നിനക്ക് ഒരു കഴിവുമില്ല. നീ എന്തെല്ലാം പണം സമ്പാദിച്ചാലും, എന്തെല്ലാം സമ്പത്തുണ്ടായാലും, എന്തൊരു അധികാരത്തിലെത്തിയാലും, ആരെ തട്ടിമറിച്ചിട്ട് നീ അധികാരത്തിന് മുകളിൽ കയറിയാലും ശരി, നീ ചെയ്ത തിന്മ പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം മുകളിലുണ്ട് എന്ന കാര്യം നീ മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കി നല്ലതായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ തിക്തമായ ഫലങ്ങൾ നീ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നാം പുറത്താക്കപ്പെട്ടുകൊണ്ട് ആദത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവൻ ഇറങ്ങിപ്പോയി എന്നാ പറയും. ഇവൻ ദൈവസന്നിധിയിൽ ഇറങ്ങിപ്പോയി. കാരണം അവൻ അനുഭവിച്ചൊന്നുമല്ല, ദൈവസന്നിധി ഇറങ്ങിപ്പോയി. അവൻ അവൻ്റെതായ നോദ് എന്ന് പറഞ്ഞ പ്രദേശം എന്ന് പറഞ്ഞാൽ കിഴക്ക്, ഏതായാലും കിഴക്ക് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അകലെ എന്നതിൻ്റെ അർത്ഥം. ദൈവസന്നിധിയിൽ നിന്ന് അവൻ ഒളിച്ചോടുന്നവൻ. ആ വാക്കിൻ്റെ അർത്ഥം, നോദ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒളിച്ചോടുന്നവൻ എന്ന, ജീവിതകാലം മുഴുവൻ ഒളിച്ചോടുന്നവൻ. കപടമായ വ്യക്തിത്വം എന്ന് നമുക്ക് പറയാൻ പറ്റും. കപടമായ വ്യക്തിത്വം. നമുക്ക് തന്നെ സത്യം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് നേരെ നിൽക്കാൻ കഴിയണമെങ്കിൽ മനസ്സാക്ഷിയിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. ആ സത്യസന്ധത ഇല്ലാത്ത ഒരു മനുഷ്യനെ എപ്പോഴും അവൻ കുനിഞ്ഞു നിൽക്കുകയുള്ളൂ. നേരെ മൂത്ത് നോക്കിയില്ല, അവൻ ഒളിഞ്ഞു നടക്കും, ഒളിച്ചു പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് മനുഷ്യത്തിൻ്റെ പ്രതീകമായിട്ട് ഇപ്പം ഈ കായൻ ആബേൽ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ അത് രണ്ട് വ്യക്തികളല്ല, അത് പ്രതിരൂപങ്ങളാണ്. രണ്ട് തരത്തിലുള്ള മനുഷ്യനെ എടുത്ത് പ്രതിനിധാനം ചെയ്യുന്ന സംഭവമായിട്ട് കണക്കാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ അനുഭവങ്ങളിലേക്ക്, ആനുകാലിക സംഭവങ്ങളിലേക്ക് കടന്നു വരാം. എന്നാൽ നേരെ മറിച്ച് രണ്ടാമത്തെ സംഭവം നമ്മൾ നൽകപ്പെട്ടിരിക്കുന്ന ദാവീദിൻ്റെ കാര്യമാണ്. ദാവീദിൻ്റെ കാര്യത്തിലെ സംഭവം എന്താണ് നമുക്ക് തന്നെ അറിയാമല്ലോ. എന്താണ് എന്ത് ഭയങ്കരമായിട്ടുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇവിടെ ദാവീദിനെ കൊല്ലാൻ വേണ്ടി സാവൂൾ രാജാവ് ഇറങ്ങിത്തിരിച്ചിരിക്കുക 10,000 സൈന്യനിരയുമായി. കാരണം അസൂയ, വേറെ ഒരു കാരണവുമില്ല, അസൂയ. നല്ല ആത്മാർത്ഥതയുള്ള, രാജഭക്തിയുള്ള, ദൈവസ്നേഹമുള്ള മനുഷ്യനായ ദാവീദ് എന്ന ചെറുപ്പക്കാരൻ വളർന്നു വന്നാൽ തൻ്റെ രാജാധികാരം തട്ടിയെടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാവൂൾ രാജാവ് അവനെ കൊല്ലാൻ തീരുമാനിച്ചു. പല പ്രാവശ്യം മുറിക്കകത്തിട്ട് അവൻ കൊമ്പ എറിഞ്ഞു ഭിത്തിക്കിട്ട് കൊണ്ടുപോകാനിട്ട് കൊണ്ടില്ല, അവൻ രക്ഷപ്പെട്ടു. ഇതിനുശേഷം അവൻ്റെ ഈ സാവൂളിൻ്റെ മകനായ യോനാഥൻ എപ്പോഴും പറയുമായിരുന്നു, നീ യോനാഥൻ അധികമായി സ്നേഹിച്ചിരുന്നു പറയായിരുന്നു, നീ നോക്കിക്കണം, സൂക്ഷിക്കണം, എൻ്റെ അപ്പൻ നിന്നെ കൊല്ലാൻ ഇടയുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നത്. അദ്ദേഹം ഈ സാവൂൾ രാജാവ് ഇങ്ങനെ പടയാളികളുമായിട്ട് പോയ വഴിക്ക് ഒരു ഗുഹയിൽ കയറി അദ്ദേഹം മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി അകത്ത് കയറി. പക്ഷേ ചെന്ന ഗുഹയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു ദാവീദും അനുചരന്മാരും. അപ്പോൾ അനുചരന്മാർ ദാവീദിനോട് പറഞ്ഞു, ഇപ്പം നല്ല അവസരമാണ്, ഇവനത് കഴിഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങി. സാവൂൾ രാജാവ് കിടന്ന് ഉറങ്ങി, നിനക്ക് ഇപ്പം തന്നെ കൃത്യമായിട്ട് നല്ല ഒറ്റ വെട്ടിന് തലയപ്പുറേ പോവും, നിനക്ക് രാജാവാകാം എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അതിന് സമ്മതിക്കുകയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ അല്പം മുറിച്ചെടുത്തുകൊണ്ട് കൊറ്റി വിളമ്പി ഉറക്കെ പറയുക, ദാവീദ് രാജാവേ. ദാവീദ് പറയുകയാണ്, സാവൂൾ രാജാവേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്, എനിക്ക് വേണം, നിന്നെ കൊല്ലാമായിരുന്നു, ഞാൻ കൊല്ലുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയാം. കർത്താവിൻ്റെ അഭിഷേകത്തിനെ തൊടാൻ ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്ന ഭാഗം അവിടെ കടന്നു വരിക. അപ്പം അതുകൊണ്ട് ആ ഭാഗത്ത് നമുക്ക് നോക്കിക്കളയാം. ഫിലിസ്തീനെ തുരത്തിയ ശേഷം ഇറങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗേദിയയിലെ മരുഭൂമിയുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. അപ്പോൾ അത് ഒളിച്ചു നടക്കാൻ എൻഗേദിയ എന്ന് പറയുന്ന മരുഭൂമിയുടെ പ്രദേശത്ത് ദാവീദ് ഉണ്ടെന്നത് അറിവ് കിട്ടി. ഒരു വിജയം വരിച്ചു വരുന്ന സാഹചര്യത്തിന് ഉടനെ അവൻ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്ത 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അനുചരന്മാരെ അന്വേഷിച്ച് കാട്ടാടിൻ പാറകളിലേക്ക് പോയി. അവൻ വഴിയരികിലുള്ള ആലകളിലെത്തി അവിടെ ഒരു ഗുഹയിൽ വിസർജനത്തിനായി കടന്നു. അതാണ് ആദ്യത്തെ സംഭവം എന്ന് പറയും. നമുക്ക് മനസ്സിൽ കാണാവുന്ന ചിത്രം ഇതാ. കൊല്ലാൻ കാത്തിരിക്കുന്ന സാവൂൾ രാജാവ്, ഒളിച്ച് നടക്കുന്ന ദാവീദ്, വിവരങ്ങൾ കൊടുക്കുന്ന യോനാഥൻ. അപ്പോൾ ഇവർ രണ്ടുപേരും ചെന്ന് പറ്റുന്ന ഒരു ഗുഹയിൽ തന്നെ. അതേ ഗുഹയുടെ ഉള്ളറകളിലായിരുന്നു ദാവീദ് അനുയായികൾ ഒളിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം മലമൂത്രവസ്ഥ നടത്തിയിട്ട് മാറി അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി രാജാവ്. അപ്പോൾ എന്നാ സംഭവിച്ച്, ഉടനെ തന്നെ അതേ ഗുഹയുടെ ഉള്ളറയിലാണ് ദാവീദും അനുയായികൾ ഒളിച്ചിരുന്ന. ദാവീദിനോട് അദ്ദേഹത്തിന് അനുയായികൾ പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ഇഷ്ടമോ അവനോട് ചെയ്യാം എന്ന് കർത്താവ് അങ്ങയോട് പറഞ്ഞ ദിവസം ഇതാണ്. സംഗീതം എടുത്ത് ഉപയോഗിക്കുക, അതായത് ദൈവവചനം ഉപയോഗിച്ച്, അതായത് ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, പാലപേര് നടക്കുമെന്ന് പറയുന്ന കാര്യം എടുത്ത് പറഞ്ഞിട്ട് ഇപ്പം വേണമെങ്കിൽ ഒറ്റ വെട്ടുകൊണ്ട് അവനെ നമുക്ക് ശരിയാക്കി കളയാം. എന്നിട്ട് എൻ്റെ കർത്താവ് അങ്ങയോട് പറഞ്ഞ ദിവസം ഇതാണ് എന്ന് ദാവീദ് എഴുന്നേറ്റ് സാവൂളിൻ്റെ മേലെങ്കിലെ അറ്റം പതുക്കെ മുറിച്ചെടുത്ത് എന്ത് ചെയ്തു, അവൻ പിന്നീട് അതേക്കുറിച്ച് വ്യസനിച്ചു. അവന് അനുയായിയോട് പറഞ്ഞു, എൻ്റെ യജമാനെതിരെ കൈവെപ്പാൻ ഞാൻ
എനിക്ക് ഇടവരാതിരിക്കട്ടെ. ഇതാണ് വാസ്തവത്തിലുള്ള വിധേയത്വവും സ്നേഹവും ബഹുമാനവും അധികാരവുമുള്ള ആദരവ് എന്ന് പറയും. എനിക്ക് ഇടവരാതിരിക്കട്ടെ. എന്നിട്ട് എന്താ പറയുന്നത്? എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ അഭിഷിക്തനാം. വേദപുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമാണ് കർത്താവിൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എന്നുള്ള കാര്യം. അത് വിശ്വസിക്കുന്ന ആൾക്കാർ അത് സ്വീകരിക്കുക, അതനുസരിച്ച് നന്മയിൽ വളരുകയും ചെയ്യും. തൊട്ടുപോകരുത്. ഇന്ന് ഇങ്ങനെ പറഞ്ഞ ദാവീദിന്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി സാവൂളിനെ ആക്രമിക്കാൻ അവൻ അനുവദിച്ചില്ല, അവരെയും അനുവദിച്ചില്ല. സാവൂൾ ഗുഹയിൽ നിന്ന് ഇറങ്ങി അവൻ്റെ വഴിക്ക് പോയപ്പോൾ ദാവീദ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി, എൻ്റെ യജമാനായ ദാവീദേ എന്ന് സാവൂൾ, എൻ്റെ യജമാനായ ദാവീദേ എന്ന് സാവൂളിനെ പിറകിൽ നിന്ന് വിളിച്ചു. അതായത് എൻ്റെ യജമാൻ എന്ന് പറയുമ്പോൾ സാവൂളിനെയാണ്. എന്നെ പിറകിൽ നിന്ന് വിളിച്ചു. ദാവീദ് തിരിഞ്ഞു നോക്കിയപ്പോൾ, സാവൂള് തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദും അതുപോലെ തന്നെ അദ്ദേഹം സാഷ്ടാംഗം വിധേയത്വം കാണിച്ചു. ഇതാണ് വാസ്തവത്തിൽ വചനഭാഗം എന്ന് പറയും. മനസ്സിൽ ഓർക്കുക, നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു സംഭവമാണിത്. നമ്മുടെ ഉള്ളിലെ പ്രതികാര വാഞ്ച ഉണ്ടാകുമ്പോൾ, ശത്രു നമ്മുടെ കാൽക്കീഴിൽ വന്നു എന്ന് കഴിയുമ്പോൾ, ആ അവസരത്തിൽ അവനോട് അതിഭയങ്കരമായ പ്രതികാരം ചെയ്യുക അല്ല വേണ്ടത്, അവനോട് ക്ഷമിക്കാൻ വേണ്ടി. ക്ഷമിക്കുന്ന സ്നേഹം എന്ന് പറയുന്ന പുതിയ നിയമത്തിൻ്റെ തത്വം ഇവിടെ ദാവീദ് വാസ്തവത്തിൽ അവലംബിക്കുകയാണ്. അപ്പം ക്ഷമിക്കുക. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ നോമ്പ് കാലത്തല്ലേ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർ നമ്മോട് തിന്മ ചെയ്തിട്ടുണ്ടാവും, നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഉള്ളിൽ അവരോട് പ്രതികാരം ഉണ്ടാകാൻ പാടില്ല. ക്ഷമിക്കുന്ന സ്നേഹമായിരിക്കണം. അതുകൊണ്ട് ഈ ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് 8 കിലോമീറ്റർ തെക്കാണ് ഈ മരുഭൂമി. ഇവിടെ സീഫ് എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ്. അവിടെയാണ് യോനാഥാൻ രഹസ്യത്തിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോൾ ദാവീദിനെ ആ സീഫിലെ ആൾക്കാർ ഒറ്റിക്കൊടുത്തു. ഇതാ ഇവിടെ ഉണ്ട്, ഇത് നീ അന്വേഷിക്കുന്ന നിന്റെ ശത്രുവായി തീർന്നിരിക്കുന്ന ദാവീദ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഭാഗം ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. ദാവീദിനെ ഒറ്റിക്കൊടുത്തു. അപ്പോഴാണ് രാജാവ് അങ്ങോട്ട് പോകാനായിട്ട് ഇടയായത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ ആ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിശക്തമായ നിലപാടെടുക്കുകയും അപ്പോൾ ദാവീദിന്റെ നീതിബോധം, അതുപോലെ ക്ഷമിക്കുന്ന സ്നേഹം, രാജ്യത്വത്തിലുള്ള ആദരവ് പ്രകടമാകുകയും ചെയ്തു. അപ്പോൾ അങ്കിയുടെ ഒരു ഭാഗം അറുത്തെടുത്ത് പറഞ്ഞതുപോലെ ആ കുന്തവും ഒപ്പം തന്നെ രാജ്യത്വവും ഒക്കെ എടുത്ത് അദ്ദേഹം പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: രാജ്യത്വം സാവൂളിൽ നിന്ന് സാവധാനത്തിൽ ദാവീദിലേക്ക് കൈമാറ്റപ്പെടുന്നതിൻ്റെ പ്രതീകമായിരുന്നു അത്. അതുകൊണ്ട് പിന്നീട് എന്തായത്? ദാവൂദ് പശ്ചാത്തപിച്ചു, അദ്ദേഹം ഏറ്റുപറഞ്ഞു, എന്നിട്ട് മാപ്പിരുന്നു, സൗഹൃദം സ്ഥാപിച്ചു, എന്നിട്ട് സ്നേഹസമായ പിതാവിനെ പോലെ പെരുമാറി. പക്ഷേ എങ്കിലും പിന്നീട് വീണ്ടും അവസാനം സാവൂളിന്റെ അന്ത്യം നമുക്കറിയാം. എങ്ങനെയാണ് അദ്ദേഹം സംഭവിച്ചത്? അദ്ദേഹം ഈ ശത്രുക്കളുടെ യുദ്ധത്തിൽ തോക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കുന്തം നാട്ടി നിലത്ത് നിർത്തിയിട്ട് അതിന്മേൽ വീണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായി. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഭാഗത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മനോഹരമായ ഉദാഹരണം ദാവീദിൽ നിന്ന് കടന്നു വരുന്നതാണ്. പ്രാക്ടിക്കലായിട്ട് നമ്മുടെ അനുഭവത്തിലേക്ക് വരേണ്ടതാണ്. എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? നോമ്പ് നോക്കുന്നുണ്ട്, അനുഷ്ഠാനങ്ങൾ അർപ്പിക്കുന്നുണ്ട്, മാംസവർജനമുണ്ട്, മത്സ്യവർജനമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ ഹൃദയത്തിലില്ല എങ്കിൽ ഇതൊന്നും ഫലപ്രദമല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിന് മനോഭാവത്തിനുള്ള പ്രാധാന്യം നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ക്ഷമിക്കുന്ന സ്നേഹം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അയൽവക്കത്ത് ക്ഷമിക്കുന്ന സ്നേഹം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്രകാരം നമ്മുടെ മനസ്സിനെ രൂപീകരിക്കാൻ നോമ്പുകാലം വിനിയോഗിക്കാൻ. അടുത്ത ലേഖന വാചനഭാഗത്തേക്ക് വരുന്ന 1 യോഹന്നാൻ 1:5-10 ഭാഗ്യങ്ങളാണ്. പാപം ഏറ്റു പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന എടുത്ത് പഠിപ്പിക്കുക പൗലോസ്ലിയ. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം: ദൈവം പ്രകാശമാണ്. വളരെ കൃത്യമാണ് മനസ്സിൽ ഉണ്ടാകേണ്ട സംഗതി. ഹൃദയത്തിൻ്റെ പ്രകാശം ഉണ്ടെങ്കിൽ ജീവിതം സുന്ദരമായി. ദൈവം പ്രകാശമാണ്. പ്രകാശം ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മുഖം തന്നെ സന്തോഷകരമായി. ദൈവം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ പ്രകാശത്തിന് ഒരു അന്ധകാരം നിറഞ്ഞപ്പോൾ മുഖം വിവരണമായി. ഇത് മനസ്സിലാക്കണം. പ്രവാചകൻ അല്ലെങ്കിൽ എപ്പസ്തോലൻ പറയുകയാണ്, യോഹന്നാൻ സ്ലീഹ പറയുകയാണ്, ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തെ കൂട്ടായ്മ എന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്യുന്നവൻ വ്യാജം പറയുന്നവനാണ്, സത്യം പ്രവർത്തിക്കുന്നില്ല. അവിടുന്ന് പ്രകാശമായി ഇരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ. ഇപ്പം പ്രകാശത്തിൻ്റെ പരിണിത ഫലമാണ് കൂട്ടായ്മ എന്ന് പറയും. ചില ആളുകൾ പരസ്പരം ഇടപെടാൻ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് പറയില്ല, ആ മനുഷ്യന് ഇടപെടാൻ ബുദ്ധിമുട്ടാണ്, കാരണം അവൻ്റെ ഉള്ളിൽ പ്രകാശമില്ല. ഇടപെടണം. ആ പ്രകാശമുണ്ടെങ്കിൽ കൂട്ടായ്മയിലേക്ക് തന്നെ വരും.
അങ്ങനെ വരേണ്ടതാണ്. അതിന് വരുന്നൊരു ഭവനം ഒറ്റപ്പെട്ട് നിൽക്കുക. കാരണം അന്ധകാരം അവൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്, അതും അങ്ങനെ സംഭവിക്കുന്നത്. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കും. പലപ്പോഴും കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന രീതിയിൽ ആളുകൾ പ്രയോഗിക്കാറുണ്ട്. രക്തത്താൽ കഴിയൊടിക്കപ്പെടണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. കർത്താവിൻ്റെ രക്തത്താൽ കഴിയൊടിപ്പാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നില്ല. പക്ഷേ അതെന്താണ് വാസ്തവത്തിൽ? അത് നമ്മൾ ഇങ്ങനെ കർത്താവിന് ശരീരം ഒഴുകി വരുന്ന രക്തമായിട്ട് അത് കാണരുത്. നേരെ മറിച്ച് ആ രക്തമെന്ന് പറയുന്ന കർത്താവ് തന്നെത്തന്നെ ജീവൻ അർപ്പിച്ച ബലിയർപ്പണമാണ്. പാപപരിഹാര ബലിയെയാണ് ഈ രക്തം എന്ന് പറയും. അല്ലാതെ കർത്താവിന് രക്തം പാനം ചെയ്യുകയും എൻ്റെ ശരീരത്തെ ഭക്ഷിക്കുകയും എന്ന് പറയുമ്പോൾ ആ പാപപരിഹാര ബലി പങ്കുചേരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ സന്ദേശമുള്ളിൽ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുകയും. അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായിട്ട് രക്തം പാനം ചെയ്തു, കർത്താവിൻ്റെ തിരിച്ച രക്തങ്ങൾ എന്ന് പറയുന്നത് കർത്താവ് വാഴ്ത്തപ്പെട്ട അപ്പവും മിഞ്ചും, അത് ഉപയോഗിക്കുമ്പോൾ തന്നെയും കർത്താവിന് രക്തം പാനം ചെയ്യുമെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ തെറ്റി നോക്കിയ കാനബാലിസമാണ്. ഒരു മനുഷ്യൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുമെന്ന് പറഞ്ഞാൽ മനുഷ്യ തെറ്റിൽ അവർക്ക് മനസ്സിലാവില്ല, മറ്റാളുകൾക്ക് മനസ്സിലായില്ല. ഇവരെന്താ മനുഷ്യപുത്രൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ രക്തവും അതുപോലെ അതല്ല ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം നിന്റെ പാപത്തിന് പരിഹാരമായി തന്നെ ബലിയായിട്ട് നൽകിയ ആ അർപ്പണത്തെയാണ് ഇവിടെ രക്തം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമ്പോൾ അവിടെ അർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാവും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. അപ്പോൾ വിശ്വാസവും വിശ്വസ്തനും നീതിമാനുമാകിയ ദൈവം നീതിമാനുമായ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവന് വ്യാജം പറയുന്നവനാകുന്നു. അതുകൊണ്ട് അവൻ്റെ ആ വചനം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. അതുകൊണ്ട് ഈ യോഹന്നാൻ സ്ലീഹ പറയുന്ന കാര്യം 3 നിർവചനങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഒന്ന്, ദൈവം എന്താ? ദൈവം സ്നേഹമാണ് ഒന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നു. രണ്ടാമത് അദ്ദേഹം പറയുന്നു ദൈവം അരൂപിയാണ് എന്ന് പറയുന്നു. മൂന്നാമത് അദ്ദേഹം പറയുന്നു ദൈവം പ്രകാശമാണ്. അപ്പോൾ അരൂപിയായിരിക്കുന്ന അവിടുത്തെ അന്തസ്സത്തെ അത് പ്രകാശമാനമാക്കുന്ന അരൂപി എന്ന് പറയും. ദൈവം അരൂപിയാണ്. അതുപോലെ തന്നെ അവൻ വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന സന്മാർഗ ജീവിതത്തിലേക്ക് നയിക്കുന്നതാണ് അവിടുന്ന് ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തുന്നതിനകത്ത് മനസ്സിലാക്കുന്നത്. പ്രകാശം വാസ്തവത്തിൽ മാമോദീസായുടെ ബന്ധപ്പെട്ട് മനസ്സിലാക്കിയാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം കടന്നു വരുന്നതാണ് വിശ്വാസം എന്ന് പറയും. അല്ലാതെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറേ വസ്തുതകളെ നമ്മൾ അംഗീകരിക്കുന്നതല്ല വിശ്വാസം എന്ന് പറയും. ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നതിനെ ഉള്ള പ്രതികരണമാണ്. ഫെയ്ത്ത് ഈസ് എ റെസ്പോൺസ് ടു റെവലേഷൻ ഇംഗ്ലീഷ് പറയാം. ദൈവീയ വെളിപാടിനുള്ള പ്രതികരണമാണ് എന്ന് പറയുന്ന വിശ്വാസം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രകാശം കടന്നു വരുമ്പോൾ അത് പ്രതികരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ജീവനാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ എടുത്ത് യോഹന്നാൻ സ്ലീഹ പറയുകയാണ്, നിങ്ങൾ അന്ധകാരത്തിൽ നടക്കരുത്, നിങ്ങൾ പാപം ഇല്ലെന്ന് പറയരുത്, അതുപോലെ പാപം ചെയ്തിട്ടില്ലെന്നും പറയരുത്. അതുകൊണ്ട് നിങ്ങൾ പ്രകാശത്തിൽ സഞ്ചരിക്കണം, പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും ശാന്തിയും അന്ന് സഭയിലെ ആരംഭം എന്നുള്ളതാണ് പാപം ഏറ്റുപറയുന്നു എന്നുള്ളത്. നമ്മൾ വലിയ നോമ്പില് വലിയ ആഴ്ചയിലൊക്കെ ആളുകൾ ആയിരക്കണക്കിന് വന്ന് കുമ്പസാരത്തിന് അണയുമ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിൻ്റെ താപത്തിനാണ് പ്രാധാന്യം, ഏറ്റുപറച്ചിനൊപ്പം തന്നെ. അത് നാം മനസ്സിലാക്കണം. അപ്പോൾ അന്ധകാരത്തിൽ നടക്കാതെ പ്രകാശന വഴിയിലേക്ക് വരുമ്പോഴാണ് നാം കൂട്ടായ്മയെ വ്യാപരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് കർത്താവിൻ്റെ രക്തം പാപപരിഹാരത്തിൻ്റെ വേണ്ടിയിട്ടാണ് എന്ന കാര്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഈശോയുടെ രക്തം 362 പ്രാവശ്യം പഴയ നിയമത്തിൽ ഈ രക്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ ഏതാണ്ട് 97 പ്രാവശ്യം പുതിയ നിയമത്തിൽ അത് എടുത്തു തന്നെയാണ് പറയുന്നത്. ബലിരക്തത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് അത് കൂദാശപരമായൊരു കാര്യമാണ്. അതുകൊണ്ട് വചനവും രക്തവും എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഒരേ കാര്യത്തിന് 2 വശങ്ങളാണ് വചനം എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ വചന സ്വീകരണത്തിലൂടെയാണ് ഇത് വാസ്തവത്തിൽ മിശിഹ നമുക്ക് വേണ്ടി പരിത്യജിച്ചു. മിശിഹ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്ന് നാം അറിയുന്നു. അപ്പോൾ അതാണ് വാസ്തവത്തിൽ സ്നേഹം എന്ന് പറയുക. അപ്പോൾ ഇത്രയും കാര്യം നാം പറയുകയാണെങ്കിൽ പാപങ്ങൾ ഏറ്റുപറയുക എന്നുള്ളത് പ്രകൃതിദത്തമായിട്ടുള്ള ദൈവം തന്നിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പാപങ്ങൾ അടച്ചുമൂടി കെട്ടിവെച്ച് കഴിഞ്ഞാൽ വീണ്ടും അന്ധകാരത്തിലാണ്. ഹോമോളോഗിയോൺ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. അതായത് ആദിമ സഭയിൽ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു പ്രതിഭാസമാണ് പാപങ്ങൾ ഏറ്റുപറയുക. ഇതാണ് ഈ വചനഭാഗം നൽകിയിരിക്കുന്നതെങ്കിൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കർത്താവിന് മുമ്പിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവന്ന ഒരു പാപിനിയായ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ, അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റ് നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. നിയമം അങ്ങനെ തന്നെയാണ്.
അവിടെ അടുത്ത ചോദ്യം വരുന്നു, ഇപ്പോൾ തന്നെയാണോ വ്യഭിചാരം ചെയ്ത് പുരുഷനവിടെ ഇല്ലേ? പുരുഷനെ വലിച്ചു കൊണ്ടുവന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ അത് അപൂർണമാണ് ആ നിയമം എന്ന് പറയുന്നത്, സംശയമില്ലാത്തൊരു കാര്യമാണ്. കർത്താവിന് മുമ്പ് വലിച്ച് എഴിച്ച് കൊണ്ട് നിർത്തിയിട്ട് ഇമാർ കല്ലും കൊണ്ട് നിൽക്കാം. കർത്താവ് എന്ത് ചെയ്തു? അവിടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് ഇരുന്ന് അവിടുന്ന് എഴുതിക്കൊണ്ടിരുന്നു. എന്താ എഴുതിക്കൊണ്ടിരുന്നത് ആർക്കും ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും ശരി, അവളുടെ പാവങ്ങളാണോ വന്നവൻ്റെ പാവങ്ങളാണോ ആരെക്കുറിച്ച് എന്താ എഴുതുന്നു നമ്മൾ കൃത്യമായിട്ട് ആർക്കും ഒരിടത്തും വ്യക്തം വിശദീകരണമില്ല. എന്തായാലും ശരി, അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവർ കല്ലെറിയും. കർത്താവിനെ ഒരു കുടുക്കിൽപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് ഇങ്ങനെയുള്ള വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊല്ലണം എന്നുള്ളത് യഹൂദ നിയമമാണ്. കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ അത് യഹൂദ നിയമത്തിന് എതിരായി. അതേ സമയത്ത് കൊല്ലാനുള്ള അധികാരം പലസ്തീനിലുള്ള യഹൂദർക്കില്ല, അത് റോമാ ചക്രവർത്തിക്കുള്ള. അപ്പോൾ അതുകൊണ്ട് കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് യഹൂദൻ്റെ മാത്രമല്ല റോമാ ചക്രവർത്തിക്ക് എതിരാവും. രണ്ട് വിധത്തിലും കൊല്ലാൻ പറഞ്ഞാൽ, ഇനി കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ നിയമത്തിനെതിരായി. ഇപ്പം കർത്താവ് ഏത് തരത്തിലും കുടുക്കി ചാടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതുകൊണ്ട് വന്നിരിക്കും, കെണിപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ രണ്ടിടത്തും കർത്താവ് വളരെ കൃത്യമായിട്ട് പറയും, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ കൈകളിൽ നിന്ന് കല്ലുകൾ താഴെ വീഴെ അവർ അപ്രത്യരാകുകയും ഇതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല പ്രാവശ്യം കേട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെ തന്നെ വിധിക്കുമ്പോൾ ഓർക്കണം. അതായത് മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നമ്മളെ ആ കോല് കൊണ്ട് തന്നെ ദൈവം വിധിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവൻ്റെ തെറ്റുകൾ അതിഭയങ്കരമായ രീതിയിൽ വർണ്ണിക്കാതിരിക്കുമ്പോഴും അതിവർണ്ണനം നടത്തുമ്പോഴൊക്കെ ഓർക്കാൻ നമുക്കിട്ട് തിരിഞ്ഞു കൊള്ളുന്ന ഒരു പ്രക്രിയയാണ് അതേണ്ട. യോഹന്നാൻ്റെ 8-ാം അധ്യായം 1-11 വാക്യങ്ങളിലാണ് ഇത് വന്നിരിക്കുന്നത്. യേശു ഒരു മലയിലേക്ക് പോയി, ഇത് പ്രാർത്ഥിക്കാനാണ് ഈശോ ഒലിവുമലയിലേക്ക് പോകുന്നത്. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വരുന്നു. ഈ മൂവ്മെന്റ് എപ്പോഴും അങ്ങനെ, മലയിലേക്ക് പോകുന്നു, വീണ്ടും ദേവാലയത്തിലേക്ക് വരുന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. പ്രബോധനം, കർത്താവിൻ്റെ പരസ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ദൈവരാജ്യത്തെക്കുറിച്ച് പ്രബോധനം നൽകുക എന്നുള്ളതാണ്. പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞനും പരിസേയനും കൂടി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയിട്ട് അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. അതാ ഇങ്ങനെയുള്ളവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ച് കൊണ്ട് ചോദിച്ചു. ഇതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുക, കർത്താവിനെ കുറ്റം ആരോപിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കെണിയായിരുന്നു അത്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അത് കല്ലെറിയട്ടെ, അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടവർ, മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരും സ്ഥലം വിട്ടു. ഒടുവിൽ ഈശോ നടുവിൽ നിന്ന സ്ത്രീയോട് പെട്ടെന്ന് ചോദിച്ചു, സ്ത്രീയെ, അവരെവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. ഈശോ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനി മേലിൽ പാപം. ഇതാണ് സംഭവം. ഇന്നത്തെ സുവിശേഷം നോമ്പിൻ്റെ 5-ാമത്തെ ഞായറാഴ്ച നമുക്ക് നൽകിപ്പിച്ചിരിക്കുന്ന തിരുവചന ഭാഗം എന്തുമാത്രം ശക്തമാണ് എന്ന് ഓർക്കുക. നമ്മൾ അന്യരെ വിധിക്കാൻ പാടില്ല, തെറ്റുകൾ ഏറ്റുപറയാൻ തയ്യാറാകേണ്ടതാണ്. അതേസമയത്ത് തന്നെ ഏത് പാപിക്കും കർത്താവിന് മുമ്പിൽ കരുണ ലഭിക്കും. അവിടുന്ന് ക്ഷമിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ട് അവിടുന്ന് ജീവദാതാവാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്. അതേസമയം പാപത്തിന് പരിഹാരം ചെയ്യാൻ തന്നെ നൽകിയവനാണ്. അതുകൊണ്ട് ഈ കാര്യത്തേക്ക് നമ്മൾ പ്രത്യേകം ഓർക്കുക. റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് വിധിക്കാൻ അല്ലെങ്കിൽ വധിക്കാനുള്ള അവകാശം റോമാ ചക്രവർത്തിക്ക് മാത്രമാകുകയാണ്. കർത്താവ് അപ്രകാരം പറയുകയാണെങ്കിൽ റോമാക്കാരെ കൊണ്ട് പിടിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് കെണിയിൽ കൊണ്ട് പെടുത്തുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കല്ലെറിയാനായിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈശോയുടെ പറയുന്നു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. അറിയാതെ ഈശോയുടെ വാക്കിൽ നിന്ന് വരുന്നതൊക്കെ അതിശക്തമായ ദൈവവചനമാണ്, നമുക്ക് തന്നെ അറിയാം. അവസാനം പറയുന്നില്ല, ഞാനും നിന്നെ വിധിക്കുന്നത്. അതുകൊണ്ട് കരുണാവത്സലനായ പിതാവ്, സ്നേഹസമ്പന്നനായ പിതാവ്, പാപം മോചിക്കുന്ന കർത്താവ്, കരുണയോടുകൂടി പെരുമാറുന്ന ഈശോ നോമ്പ് കാലത്ത് കണ്ടെത്തേണ്ട ഏറ്റവും വലിയ അനുഭവം അതായിരിക്കേണ്ടതാണ്. കരുണയുള്ള കർത്താവിനെ നോമ്പ് കാലത്ത് കണ്ടെത്താൻ കഴിയാം. നമ്മുടെ ഏത് തെറ്റിലും കുറ്റത്തിലും ചെന്ന് പെട്ടാൽ തന്നെയും അനുതപിക്കുകയാണ് എങ്കിൽ കരുണയോടുകൂടി വാത്സല്യത്തോടെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ കരുണ ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് കാലം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആളെ ഉറവിളി ഇട്ടിച്ച് കുറച്ച് ഉറവിളി കൂട്ടിക്കൊണ്ട് കർത്താവ് ഉരുഹിഞ്ഞുകൊണ്ട് പോകും അയ്യോ പാവ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിന്റെ
നിന്റെ വ്യക്തിപരമായ കുറ്റങ്ങൾക്കും പാവങ്ങൾക്കും കരുണ വരുന്ന ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ചിന്തിക്കാനാണ് നോമ്പുകാലം നമ്മുടെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളെ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ പറഞ്ഞ കൂടെ ഞാനും നിന്നെ വിധിക്കുന്നില്ല. അപ്പോൾ ദൈവനീതിയും മനുഷ്യനീതിയും തമ്മിലുള്ള വ്യത്യാസം കടന്നു വരിക. മനുഷ്യൻ്റെ നീതിയല്ല ദൈവത്തിൻ്റെ നീതി. ദൈവം തന്നെ പറഞ്ഞു ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. അതുകൊണ്ട് വ്യത്യസ്തമായി നമ്മൾ പെരുമാറുന്നത്. അതുകൊണ്ട് പാപത്തോടുള്ള സഹിഷ്ണുത പുറത്താൻ നീതിയോടുകൂടി നമുക്ക് പെരുമാറാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പാപത്തെ വെറുക്കുകയും പാപിയെ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം നിങ്ങൾക്കറിയാം. അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുക. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, അതായത് സ്വവർഗ പ്രേമികൾ നിങ്ങളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെ ആശീർവദിക്കണമെന്ന് പറഞ്ഞു. വൈദികർക്ക് അധികാരം കൊടുത്തു, അവകാശം കൊടുത്തു. അതേക്കുറിച്ച് എന്ത് ഭയങ്കരമായിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടായി. സ്വവർഗരീതിയൊക്കെ മാപ്പാപ്പ അംഗീകരിക്കുന്നു. മാപ്പാപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അവർ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഈ വിധത്തിൽ ദമ്പതികളായിട്ട് വരുന്നെങ്കിൽ പാടില്ല. വിവാഹം എന്ന കൂദാശയുമായിട്ട് ബന്ധപ്പെടുത്താനേ പാടില്ല. പക്ഷേ അവർ ദൈവത്തിൻ്റെ സൃഷ്ടിയായാൽ അവർക്ക് കർത്താവിൻ്റെ കരുണയ്ക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെ പിരിച്ചു വിടരുത്, വെറുതെ അവരെ ആശീർവദിച്ചു വിടണമെന്ന് പറയുമ്പോൾ കല്യാണം ആസ്വദിക്കാനല്ല പറഞ്ഞു. ഇത് മനസ്സിലാക്കാത്ത സമൂഹം അയ്യോ കർത്താവ് മാപ്പാപ്പ ഇങ്ങനെ സ്വവർഗരതി അംഗീകരിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വഴിക്കൂടെ സ്നേഹിക്കുന്ന ആളുകൾ മുറവിളി കൂട്ട് നാം കേൾക്കുന്നുണ്ട്. ഇവിടെ ഇതേ തത്വം തന്നെയാണ് പറഞ്ഞത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ കരുണയാണ്. ഇവിടെ പാപത്തിൽ ജീവിക്കുന്നത് മാപ്പാപ്പ പെട്ടെന്ന് എടുത്തു പറയുകയും ചെയ്തു, നിങ്ങളെ ആശീർവാദത്തിലൂടെ അവർ മാനസാന്തരപ്പെടാൻ ഇടയുണ്ടായിരുന്നു. അല്ലാതെ അത് ശരിയാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല. തെറ്റ് തന്നെയാണ്, സ്വവർഗരതി തെറ്റാണ്. നിങ്ങളുടെ ആശീർവാദത്തിലൂടെ അവർ മാനസാന്തരപ്പെടാൻ ഇടയാകട്ടെ എന്നാണ് മാപ്പാപ്പ ആഗ്രഹിക്കുകയും പറയുകയും എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതേ തത്വം തന്നെയാണ് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. അതുകൊണ്ട് കർത്താവ് കുനിഞ്ഞുകൊണ്ട് നിലത്തെഴുതി എന്ന് പറയുന്നത് അതെന്തായിരിക്കാം? അതേക്കുറിച്ച് ഒരിടത്തും ഒരു വിശദീകരണം. പാപിനിയുടെ പാപങ്ങളാണെന്ന് പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും റോമൻ വിധി പ്രസ്താവനയ്ക്ക് മുമ്പ് രേഖ കൊടുക്കാൻ രേഖ കർത്താവ് രൂപീകരിക്കുന്നു പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ വേദപുസ്തക ജെറമിയ പുസ്തകത്തിന് 17:13 കാര്യം പറയുന്നുണ്ട്. അങ്ങിൽ നിന്ന് പിന്തിരി എന്ന് പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷമെന്ന് പറയുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, കുറ്റക്കാരൻ്റെ കുറ്റത്തിന് കൂട്ടു നിൽക്കരുത് എന്ന് പറയുന്ന പുറപ്പാടിൻ്റെ 21 അധ്യായത്തിന് 1-ാം വാക്യമാണ് കർത്താവ് എഴുതിയെന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ദൈവശാസ്ത്രം ഊഹാഭോഗങ്ങൾ. ഒരു കാര്യം ചിന്തിക്കാം, കർത്താവ് ആ സമയത്ത് അവിടെ വന്നുകൂടിയ ആളുകളെക്കുറിച്ചും ഈ പാപിനിയുടെ ഹൃദയത്തെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നു. അതാണ് എഴുതിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞാൽ അത് കുറെ കൂടെ സാർത്ഥകമായ കാര്യം. നമുക്കിവിടെ സമാപിപ്പിക്കാം അന്നത്തെ വിചിന്തന ഭാഗം ആദ്യം തൊട്ട് അവസാനം വരെ. കായേനും ആബേലും, അതുപോലെ തന്നെ ദാവീദിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം, ഒപ്പം തന്നെ പൗലോസ്ലിയ പഠിപ്പിക്കുന്ന ആ നന്മ, അത് തിന്മയ്ക്ക് ചേരരുതെന്നുള്ള ഭാഗത്തോട് ചേർന്ന് പോകുന്ന ഈ പാപിനിയായ സ്ത്രീയുടെ കർത്താവിൻ്റെ പെരുമാറ്റം, ഇതെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് നോമ്പ് കാലത്ത് അനുതാപത്തിൻ്റെ ചിന്ത നമ്മളിൽ വളരാനും ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കാനും ഇടയാകട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഒരുപാട് ആരോപണങ്ങളും കുറ്റാരോപണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ ഒരുപാട് തിന്മയും ദുഷ്ടതയും പെരുകുമ്പോൾ, ഒരുപാട് കൊലയും കൊലപാതകങ്ങളും വരുമ്പോൾ അതിലൊക്കെ ആളുകളെ നമ്മൾ അവഗണിച്ച് തള്ളിക്കളയാതെ അവരിലൊക്കെ മാനസാന്തരം എത്തുന്നതിന് വേണ്ടി കർത്താവെ കൃപ ചെയ്യണമേ എന്ന പ്രാർത്ഥന നമുക്ക് കഴിയട്ടെ. കർത്താവ് ഈശ്വര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.